ഹായ് എവ്രി വൺ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കി, അതേപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും നോക്കി. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി എന്ത് ചെയ്യണം? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ നെറ്റ് അസറ്റ്സ് ഓർ വെൽത്ത് ഓഫ് എൻ എൻറ്റിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ നെറ്റ് അസറ്റ്, ആ ഒരു കമ്പനിയിലെ നെറ്റ് അസറ്റിൻ്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എൻറ്റിറ്റിയുടെ വെൽത്ത് എത്രത്തോളം ഉണ്ട്, ആ രണ്ട് ഇൻഫർമേഷനാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാല്യൂ ഓഫ് ദ കമ്പനീസ് അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അസറ്റിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് കിട്ടും. ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സ്ഡ് അസറ്റ് ഉണ്ടായിരിക്കും. ദെൻ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റി പ്ലസ് ലോങ് ടേം ലയബിലിറ്റി ഓർ ഫിക്സ്ഡ് ലയബിലിറ്റി, ഇത് രണ്ടും കൂടെ കൂട്ടി എന്നിട്ട് നമ്മൾ ടോട്ടൽ അസറ്റിൽ നിന്ന്, അതായത് കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സ്ഡ് അസറ്റ്, ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റി കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ എന്താ കാണിക്കുന്നത്? ഈ ഒരു നെറ്റ് അസറ്റിൽ എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ആ എൻറ്റിറ്റിക്ക് എത്ര വെൽത്ത് ഉണ്ട് എന്ന് കൂടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കുന്നുണ്ട്. It provides a reconciliation between equity at the beginning of an accounting period and the equity at the end of an accounting period. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ബിഗിനിങ്ങിൽ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ ബിഗിനിങ്ങിൽ എത്ര ഇക്വിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ എൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എത്ര ഇക്വിറ്റി ഉണ്ട് എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ഇനി ഇതിൻ്റെ കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ വരുന്ന കോമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഓപ്പണിംഗ് ബാലൻസും. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് ഇയറിൽ എന്താവുക? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറുക. നമ്മൾ പ്രീവിയസ് ഇയറിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ബാലൻസ് നമ്മൾ അടുത്ത വർഷം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഇയർ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ, അതായത് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത്, ഏത് മന്തിലാണോ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്, അപ്പോൾ അവിടുത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് മുന്നത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ്. ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ബാലൻസ് റെപ്രസെൻറ്റ് ദ ബാലൻസ് ഓഫ് ഷെയർഹോൾഡേഴ്സ് ഇക്വിറ്റി റിസർവ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കമ്പാരിറ്റീവ് റിപ്പോർട്ടിംഗ് പീരിയഡ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പ്രയർ പീരിയഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷനിൽ കാണിച്ചിട്ടുള്ള ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി അല്ലെങ്കിൽ റിസർവ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ദ ഓപ്പണിംഗ് ബാലൻസ് ഈസ് unadjusted in respect of the correction of prior period errors rectified in the current period and also the effect of changes in accounting policy implemented during the years as these are presented separately in the statement of changes in equity. നമ്മുടെ ഓപ്പണിംഗ് ബാലൻസിൽ ഇറേഴ്സ് ഉണ്ടായിരിക്കും. ഇറേഴ്സ് റെക്ടിഫൈ ചെയ്ത ഓപ്പണിംഗ് ബാലൻസ് വേറെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുമെന്നാണ്
പറയുന്നത്. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ഈ ഒരു അക്കൗണ്ടിങ് പോളിസി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് അതുകൂടി നമ്മൾ ഈ ഒരു ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിറ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. സിൻസ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ആർ അപ്ലൈഡ് റെട്രോസ്പെക്റ്റീവ്ലി, അതായത് നമ്മൾ ഈ ഒരു പുതിയ അക്കൗണ്ടിങ് പോളിസീസ് നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ an adjustment is required in stockholders reserve at the start of the comparative reporting period to restate the opening equity to the amount that would be arrived if the new accounting policy had always been applied. നമ്മളിപ്പോൾ ആ ഒരു ഓർഗനൈസേഷനിൽ പുതിയ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ഉണ്ടായിരിക്കും. അത് റീസ്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റിപ്പോർട്ടിംഗ് പീരിയഡിൽ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്ത് ചെയ്യണം, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിരിക്കണം. അതായത് നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് പുതിയ പോളിസി അഡോപ്റ്റ് ചെയ്തത് പ്രകാരം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെ റിസർവിൽ ആ ഒരു റിപ്പോർട്ടിംഗ് പീരിയഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റീസ്റ്റേറ്റ് ദ ഓപ്പണിംഗ് ഇക്വിറ്റി റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിപ്പോർട്ടിംഗ് പീരിയഡിൽ തന്നെ സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെ റിസർവ്സിൽ ഈ ഒരു അക്കൗണ്ടിങ് പോളിസീസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറർ. The effect of correction of prior period errors must be presented separately in the statement of changes in equity. നമ്മൾ ഈ ഒരു കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് ഇയറിൽ വല്ല എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളത് കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ടു ഓപ്പണിംഗ് റിസർവ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ദ എഫക്റ്റ് ഓഫ് ദ കറക്ഷൻ മെ നോട്ട് ബി നെറ്റഡ് ഓഫ് എഗെയിൻസ്റ്റ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദ ഇക്വിറ്റി റിസർവ് so that the amount presented in the current period statement might be easily reconciled and traced from the period financial statements. നമ്മൾ ഈ ഒരു കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എററിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വിറ്റി റിസർവ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറർ. നമുക്കിതാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി നമുക്ക് ആ ഫോം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇത് എഴുതേണ്ടതെന്ന്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോമ്പോണൻസ് ആണ് റീസ്റ്റേറ്റഡ് ബാലൻസ്. എന്ന് പറയുമ്പോൾ this represents the equity attributable to stockholders at the start of the comparative period after the adjustments. അതായത് ഈ ഒരു റീസ്റ്റേറ്റഡ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വിറ്റിയാണ് ഈ ഒരു റീസ്റ്റേറ്റഡ് ബാലൻസിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയതിന് ശേഷം ഇൻ റെസ്പെക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി ആൻഡ് കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറേഴ്സ്. ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി കൊണ്ടുവന്ന് അതേപോലെ തന്നെ കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറേഴ്സും ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസും കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറേഴ്സും, ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം സ്റ്റോക്ക് ഹോൾഡേഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വിറ്റിനെയാണ് റീസ്റ്റേറ്റഡ് ബാലൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. Issue of further share capital during the period must be added in the statement of changes in
ഇക്വിറ്റി. നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ആയിട്ട് ഫർദർ ആയിട്ട് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇയറിൽ നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ അത് കാണിക്കണം? അത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്യണം. വെറസ് റിഡംഷൻ ഓഫ് ഷെയർസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ദർ ഫ്രം. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് അഡീഷണൽ ആയിട്ട് ഫർദർ ആയിട്ട് ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ആഡ് ചെയ്യണം. അതേപോലെ തന്നെ റിഡംഷൻ ഓഫ് ഷെയർസ് നമുക്ക് കമ്പനിയിലോട്ട് തന്നെ ഷെയർ തിരിച്ചു തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ നിന്ന് നമ്മളത് ഡിഡക്റ്റ് ചെയ്യണം. ദ എഫക്റ്റ് ഓഫ് ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഷെയർ must be presented separately for share capital reserve and share premium reserve. നമ്മൾ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുക അതേപോലെ തന്നെ ഷെയർ റെഡീം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഷെയർ ക്യാപിറ്റൽ റിസർവിലും അതേപോലെ തന്നെ ഷെയർ പ്രീമിയം റിസർവിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ഇതാണ് ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഇനി വരുന്ന നെക്സ്റ്റ് കോമ്പോണൻസ് ആണ് ഡിവിഡൻസും. ഡിവിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് പേയ്മെൻറ്റ്സ് ഇഷ്യൂഡ് ഓർ അനൗൺസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആസ് ദേ റെപ്രസെൻറ്റ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അട്രിബ്യൂട്ടബിൾ ടു സ്റ്റോക്ക് ഹോൾഡേഴ്സ്. നമ്മൾ കമ്പനി ഡിവിഡൻഡ് പേ ചെയ്യുക ഷെയർ ഹോൾഡേഴ്സിന് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷെയറിന് നമ്മൾ കൊടുക്കുന്ന ഒരു റിട്ടേൺ ആണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഡിവിഡൻഡ് കമ്പനി പേ ചെയ്യുക അല്ലെങ്കിൽ കമ്പനി അനൗൺസ് ചെയ്യുക ആ ഒരു ഇയറിൽ കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഷെയർ ഹോൾഡറുടെ ഇക്വിറ്റിയിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം. ഈ ഒരു ഡിവിഡൻഡ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആട്രിബ്യൂട്ടബിൾ ടു സ്റ്റോക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുടെ വെൽത്തിൽ നിന്നും ചെറിയൊരു പാർട്ട് സ്റ്റോക്ക് ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുക അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റിയിൽ നിന്നും അത് ഡിഡക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ഐറ്റം ഇൻകം ഓർ ലോസ് ഫോർ ദ പീരിയഡ്. This represent the profit or loss attributable to shareholders during the period as reported in the income statement. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീരിയഡിൽ ഡ്യൂറിങ് ദ പീരിയഡ് ആ ഒരു പീരിയഡിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പ്രോഫിറ്റ് ഓർ ലോസിനെയാണ് ഇൻകം ഓർ ലോസ് ഫോർ ദ പീരിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചേഞ്ചസ് ഇൻ റീവാല്യൂഷൻ റിസർവ്. റീവാല്യൂഷൻ ഗെയിൻസ് ആൻഡ് ലോസസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് മസ്റ്റ് ബി പ്രസൻറ്റഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. ആ ഒരു പെർട്ടിക്കുലർ ഇയറിൽ റീവാല്യൂഷൻ ഗെയിൻസോ ലോസോ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യണം. റീവാല്യൂഷൻ ഗെയിൻസ് റെക്കഗ്നൈസ്ഡ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു റിവേഴ്സൽ ഓഫ് പ്രീവിയസ് ഇമ്പയർമെൻറ്റ് losses however shall not be presented separately in the changes in equity as they would already be incorporated in the profit or loss for the period. നമ്മൾ ഈ ഒരു റിവാല്യൂഷൻ റിസർവ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പീരിയഡിൽ പ്രോഫിറ്റ് ആൻഡ് ഇൻകോപ്പറേറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഇതാണ് ചേഞ്ചസ് ഇൻ റിവാല്യൂഷൻ റിസർവ്. ദെൻ അതർ ഗെയിൻസ് ആൻഡ് losses. Any other gains and losses not recognized in the income statement may be presented in the statement of changes in equity. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കാത്ത റെക്കഗ്നൈസ് ചെയ്യാത്ത ഗെയിൻസ് ആൻഡ് ലോസസ് നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് ഏതിലാണ് പറഞ്ഞത്? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 19 എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കീമിലാണ് ആ ഒരു ഹെഡിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കാത്ത ഗെയിൻസ് ആൻഡ് ലോസസ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ കാണിക്കണമെന്ന്
പറഞ്ഞത്. നെക്സ്റ്റ് ക്ലോസിംഗ് ബാലൻസ്. നമ്മൾ ആ ഒരു പീരിയഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എത്ര ബാലൻസ് ആണോ ഉള്ളത് അതിനെയാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ദിസ് റെപ്രസെൻറ്റ് ദ ബാലൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി റിസർവ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ റിപ്പോർട്ടിംഗ് പീരിയഡ്. ആ ഒരു റിപ്പോർട്ടിംഗ് പീരിയഡിൻ്റെ എൻഡിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ആൻഡ് റിസർവ്സിൽ ബാലൻസ് ഫിഗറിനെയാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ആർ റിഫ്ലക്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വിറ്റി, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ആൻഡ് റിസർവ്സിൻ്റെ ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് നോക്കി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ് അസറ്റിലെ ഇൻക്രീസ് ഓർ ഡിക്രീസിനെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കോമ്പോണൻസ് നോക്കി. ഓപ്പണിംഗ് ബാലൻസ്, എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്, എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രയർ പീരിയഡ് എറർ, റീസ്റ്റേറ്റഡ് ബാലൻസ്, ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ, ഡിവിഡൻസ്, ഇൻകം ഓർ ലോസ് ഫോർ ദ പീരിയഡ്, ചേഞ്ചസ് ഇൻ റീവാല്യൂഷൻ റിസർവ്, അതർ ഗെയിൻസ് ആൻഡ് ലോസസ്, ക്ലോസിംഗ് ബാലൻസ്. ഇത്രയും കോമ്പോണൻസ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി വരയ്ക്കേണ്ടത്, അതിൻ്റെ ഫോം എങ്ങനെയാണ്, അതിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.